പ്രൈസ് ദി ലോർഡ്. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാശ്ലീഹായിൽ മാധ്യസ്ഥം വഴി ലഭിച്ച ഒരു രോഗസൗഖ്യത്തിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. ഇതെൻ്റെ മകന് 40 വയസ്സ്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇങ്ങനെ വയറ്റിൽ കൂടെ അസ്വസ്ഥതയും കുറച്ച് നാളായിട്ട് ഇങ്ങനെ അസ്വസ്ഥതയും അതുപോലെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണിക്കാനായിട്ട് ഇവിടെ വന്ന് മണിപ്പാൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു. ഉടനെ കുറേയേറെ ടെസ്റ്റുകൾ എഴുതി. അക്കൂട്ടത്തിൽ ഒരു അൾട്രാസൗണ്ടും കൂടെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അൾട്രാസൗണ്ടും ചെയ്തു. അൾട്രാസൗണ്ട് ചെയ്തപ്പം കിഡ്നിയുടെ ലോവർ 1/3 അതായത് താഴെ ഒരു ഗ്രോത്ത് കാണുന്നുണ്ട്. അത് ക്ലിയറായിട്ട് കാണണം. അതുകൊണ്ട് നമുക്ക് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ ചെയ്തു. CT സ്കാൻ ചെയ്ത് വീണ്ടും മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് തിരികെ പോയി. അപ്പോൾ ആ റിപ്പോർട്ടെല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഉടനെ തന്നെ നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കണ്ടോളാൻ പറഞ്ഞു. റെഫർ ചെയ്തു. നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പം നെഫ്രോളജിസ്റ്റ് പറഞ്ഞു ഇത് യൂറോ സർജൻ്റെ കേസാണ്, നിങ്ങൾ ഉടനെ തന്നെ യൂറോ സർജനെ കാണിച്ചോളാൻ പറഞ്ഞു. അപ്പം ഭാഗ്യത്തിന് അന്ന് അവിടെ ഉണ്ടായിരുന്നു, യൂറോ സർജൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇത് എടുത്തു കളയണം, എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അത് ദോഷം ചെയ്യും, അതുകൊണ്ട് മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം സ്പ്രെഡാകുമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ തീരുമാനിച്ചിട്ട് നാളെ ഈവനിങ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോബോട്ടിക് സർജറിയാണ് ചെയ്യുന്നത്, മാനുവൽ സർജറി അല്ല, റോബോട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അത് നിങ്ങളതിലൊന്നും പേടിക്കൊന്നും വേണ്ട, നേരത്തെ പറയുകയാണ്. അപ്പം പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇവിടെ വന്ന് പള്ളി വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. കുറേ നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം പോകാൻ നേരത്ത് വികാരിയച്ഛനോടും സനീഷച്ചനോടും ഇതെല്ലാം വിവരമെല്ലാം പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയി. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ്റെ ആവശ്യം വേണ്ടെന്ന് വെച്ചു. കാരണം യൂദാശ്ലീഹ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആ വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. ഓപ്പറേഷൻ ഉള്ള ഡേറ്റ് അടുത്ത ദിവസം തന്നെ തന്നു. 11:30 ആകുമ്പം 12 മണിയാകുമ്പോൾ OT കയറ്റുമെന്ന് പറഞ്ഞു. 11:30 ആയപ്പോൾ തന്നെ കയറ്റി. 4 മണിക്കൂർ ഓപ്പറേഷൻ എടുക്കുമെന്ന് പറഞ്ഞു. ആ റോബോട്ടിൻ്റെ സർജറിയുടെ സഹായത്തോടു കൂടി 4 മണിക്കൂർ ആയപ്പോഴും ഓപ്പറേഷൻ കിട്ടുന്നില്ല. 6 മണിയായപ്പോഴാണ് തീർന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരു ഭയമായി. ഉടനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ ചെയ്ത ഡോക്ടർ വെളിയിൽ വന്ന് പറഞ്ഞു യാതൊരു കാരണത്തിനും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ടോട്ടലി അത് റിമൂവ് ചെയ്തിട്ടുണ്ട്, 2 ദിവസം ഇവിടെ കിടന്നിച്ചാൽ മതി, അത് കഴിഞ്ഞ് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ദിവസം കൂടെ അവിടെ കിടന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജായി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നിങ്ങൾ 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വന്ന് ഈ സ്കാനും ടെസ്റ്റുകളും എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് അപ്പോൾ അറിയാമെന്ന് പറഞ്ഞതിൻ്റെ. അപ്പം ഈ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. CT സ്കാനും എല്ലാം അതിൻ്റെ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തു. എല്ലാം നോർമലാണ്, ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അബ്സല്യൂട്ട്ലി ഓക്കെ. ദൈവത്തിന് നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം.